അടുത്തായിട്ട് നമുക്ക് ഹോട്ടൽ സെഗ്മെൻറ്റിലേക്ക് വരേണ്ടത്. ഹോട്ടൽ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു തേർഡ് ക്വാർട്ടർ എന്ന് പറയുന്നവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്വാർട്ടറാണ്. കാരണം ഏറ്റവും കൂടുതൽ വെക്കേഷൻ ടൈം വരുന്നൊരു ടൈമാണ്, ഉത്സവ സീസണുള്ളൊരു ടൈമാണ്, ധാരാളം ടൂറിസ്റ്റുകളൊക്കെ എത്തുന്നൊരു ടൈം കൂടിയാണ്. ലെമൺ ട്രീ ഹോട്ടൽസിലേക്കാണ് വരുന്നത്. ലെമൺ ട്രീ ഹോട്ടൽസിനെ സംബന്ധിച്ചിട്ട് നേപ്പാളിൽ അവർ പുതിയൊരു ഹോട്ടൽ ആരംഭിച്ചതായിട്ട്, ഏകദേശം 80 റൂംസിൻ്റെ കപ്പാസിറ്റിയുള്ള ഒരു ഹോട്ടൽ ആരംഭിച്ചതായിട്ടാണ് ഇപ്പോൾ കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗ് അറിയിച്ചിരിക്കുന്നത്. കാർണേഷൻ ഹോട്ടലായിരിക്കും ഈ ഒരു ഹോട്ടൽ നടത്തിപ്പവകാശം നേടിയിരിക്കുന്നതെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഓഹരികളിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ഹൈ ലെവൽസിൽ നേരിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷറും നേരിടുന്നുണ്ട്. നിലവിൽ 0.33% വളരെ നേരിയൊരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. സോ ലെമൺ ട്രീ ഹോട്ടൽസിലുള്ള പൊതുവേ ഉള്ളൊരു അനലിസ്റ്റുകളുടെ ഒരു പെർഫോമൻസ് റിവ്യൂ എങ്ങനെയാണ്? ഈ ഒരു സ്റ്റോക്കും കറൻ്റ് റാലി അറ്റംപ്റ്റ് ഫേസിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 158 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 170 എന്ന ഹഡിൽ മറികടക്കാനുള്ള ഒരു പോസിബിലിറ്റിയും വരും ദിവസങ്ങളിൽ ഒരു പ്രോപ്പർ വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽസ്, അതായത് കറൻ്റ് പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിൽസ് ആണ് കണ്ടിന്യൂസ് 5 days ആയിട്ട് കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരു പ്രോപ്പർ വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു മൊമെൻറ്റം ക്യാൻഡിഡേറ്റായി ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്.